പ്രൈസ് ദ ലോർഡ്. ജയോത്സവം മോർണിംഗ് മെസ്സേജിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കു വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. 43-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം. എൻ്റെ ആത്മാവേ, എല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ സങ്കീർത്തനം എഴുതിയത് കോരഹപുത്രന്മാരാണ്. 42-ാം സങ്കീർത്തനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് അതിൻ്റെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നത് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമെന്നാണ്. ഈ തുടർമാനമായ സങ്കീർത്തനം 42-43 സങ്കീർത്തനം എന്ന് പറയുന്നത് കോരഹപുത്രന്മാർ അവർ ജീവിതത്തിൻ്റെ ആഴമായ വ്യഥയ്ക്കകത്ത് വേദനയുടെ നടുവിൽ എഴുതിയ സങ്കീർത്തനമാണ്. ആ വേദനയുടെ ആഴം അവർ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴിയെ നിൻ്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം അവരെ വലിയ പരിശോധനകളിലൂടെ നടത്തി. ആര് നടത്തി? എല്ലാവരും സീരിയസ് ആകാതെ അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് ഒന്ന് റിലാക്സ്ഡ് ആകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ ഇച്ചിരി റിലാക്സ്ഡ് ആയില്ലേ നമ്മൾ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. വലിയ ദൈവം അവരെ കടത്തിവിട്ട, ആ കുടുംബത്തെ കടത്തിവിട്ട വലിയ പ്രതിസന്ധി നമുക്കറിയാം. കോരഹ്, ദാഥാൻ, അബീരാം എന്ന് 3 പേരെ ആമേൻ ദൈവത്തിനെതിരെ പിറുപിറുത്ത, മോശയ്ക്കെതിരെ പിറുപിറുത്ത അവരെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അതിനകത്തുനിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരാണ് ആര്? കോരഹ് പുത്രന്മാർ. കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ദൈവം ഇവരെ രക്ഷപ്പെടുത്തി. അപ്പോൾ ജീവിതത്തിൽ കുടുംബം മുഴുവൻ ന്യായവിധിയിലൂടെ കടന്നുപോയി. എന്നാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട കോരഹിൻ്റെ പുത്രന്മാർ, പ്രൈസ് ദ ലോർഡ്. അപ്പൻ വലിയ ന്യായവിധിക്കിരയായി, എന്നാൽ മക്കളെ ദൈവം രക്ഷിച്ചു. രക്ഷിക്കാൻ കാരണം അവർ ദൈവത്തിൽ ആശ്രയിച്ചെന്നുള്ളതാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുക. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പ്രതിസന്ധികൾ തലയ്ക്കു മീതെ കവിഞ്ഞുപോയി. ആ കവിയുന്ന സമയങ്ങളിലൊക്കെ അവർ അവരോട് തന്നെ പറയുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ടില്ലേ? നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? ഞാൻ എന്നോട് സംസാരിക്കും. ഞാൻ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കൈ തന്നെ എൻ്റെ തലയിൽ വെച്ചങ്ങ് അനുഗ്രഹിക്കാറുണ്ട്. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കൈ വല്ലവരുടെയും തലയിൽ വെച്ച അനുഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കൈ എൻ്റെ തലയിൽ വെച്ചാലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം. ആ ഒരു അനുഗ്രഹം ഇവിടെ തന്നെത്താൻ വ്യക്തിപരമായി കോരഹപുത്രന്മാർ അവരോട് തന്നെ പറയുകയാണ്, നീ വിഷാദിച്ച് ഞരങ്ങണ്ട. ഈ വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗമാണല്ലേ? വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. വിഷാദ രോഗം, ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയും. ഡിപ്രഷൻ ഈ കോവിഡ് കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതലുള്ള രോഗങ്ങളിലൊന്നാണ്. ആമേൻ. വീട്ടിൽ നിന്ന് വെളിയിറങ്ങത്തില്ല, മുറിക്കകത്ത് കയറി കഥകടച്ചിരിക്കും, ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അധികം ആൾക്കാരോരോ സംസാരമില്ല, ഒരു ഐസൊലേറ്റഡായി ഒരു ലോൺലിനെസ്സിൽ ആയിത്തീർന്ന് മിണ്ടാതെ അവൻ നിരാശപ്പെട്ട് പ്രാർത്ഥനയില്ല, പാട്ട് പാടാൻ പറയുമ്പോൾ ഇല്ല,
അങ്ങ് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സാധനം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും വിവരമുള്ളവർ കാണുമ്പോൾ മനസ്സിലാവും ഇച്ചിരി പിടിച്ചിട്ടുണ്ട്. കാരണം ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, കഷ്ടതകളൊക്കെ വരുമ്പോൾ അവൻ അതിൻ്റെ നടുവിൽ നമ്മൾ അറിയാതെ കുഴഞ്ഞു പോകുന്ന അനുഭവമാണ് ഈ ഡിപ്രഷൻ. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. അവനൊരു കാര്യം അറിയാം, ഏതവസ്ഥയിലേക്ക് ഞാൻ താണുപോയാലും അവിടെ ഇറങ്ങി വന്ന് എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം പല വിഷയങ്ങൾ നിന്നെ നിരാശപ്പെടുത്താനുണ്ട്, നിന്നെ ഭാരപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതൊന്നും അല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ മേൽ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങൾ നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ആരെ നിയന്ത്രിക്കുക? നമ്മെ നിയന്ത്രിക്കും. തലവേദന നമ്മളെ നിയന്ത്രിക്കും, നടുവേദന നമ്മളെ നിയന്ത്രിക്കും, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നമ്മളെ നിയന്ത്രിക്കും, രോഗങ്ങൾ നമ്മളെ നിയന്ത്രിക്കും, ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങൾ, മനുഷ്യൻ പറയുന്ന വാക്കുകൾ നമ്മളെ നിയന്ത്രിക്കും, നമ്മുടെ ഓഫീസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യും. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ മേൽ വാഴുന്നൊരു ദൈവം ഉണ്ടെന്നും ഈ പ്രശ്നങ്ങൾക്കൊന്നും എന്നെ തകർക്കാൻ പറ്റില്ലെന്നും എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണെന്നും എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ ഡിപ്രഷൻ വരുമ്പോൾ, ഈ വിഷാദം വരുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ശരീരത്തിൻ്റെ മുഖമാണ്, അല്ലേ? ഭയങ്കര സീരിയസ് ആയിരിക്കും നമ്മൾ. മുഖത്തെ ആ ശോഭയൊക്കെ അങ്ങ് പോകും, മുഖത്തെ സന്തോഷമൊക്കെ. എന്നാൽ ഇവിടെ പറയുകയാണ്, നീ എൻ്റെ മുഖപ്രകാശക. ഓ അല്ലെങ്കിൽ എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നീ എൻ്റെ മുഖത്തെ എന്ത് ചെയ്യും? പ്രകാശിപ്പിക്കും. നീ എൻ്റെ മുഖപ്രകാശകനാണ്. ഞാൻ ഗ്ലൂമിയായി, ക്ഷീണിച്ച്, തളർന്ന്, ബലഹീനനായി തീരാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ മുഖം പ്രകാശിപ്പിക്കുന്ന ദൈവം, എന്നെ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, എന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. അവൻ നിരാശകൾ മാറുകയാണ്, ഭാരങ്ങൾ മാറുകയാണ്, വേദനകൾ മാറുകയാണ്. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നു. ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടത്, നിന്റെ ചിരി കെട്ടുപോയ വിഷയത്തിൽ, ഇന്ന് നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും, ഇന്ന് നിന്റെ മുഖത്തെ സന്തോഷിപ്പിക്കും. നിന്റെ നിരാശകൾ മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ കണ്ണുനീര് മാറും, നിന്റെ ഇല്ലായ്മകൾ മാറും. ഹല്ലേലൂയ. ആമേൻ. അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും ഞാൻ സ്തുതി നിർത്തുമെന്നല്ല, ഞാൻ എൻ്റെ ദൈവത്തെ വീണ്ടും സ്തുതിക്കും, എന്നും സ്തുതിക്കും. എന്നും ആരാധന എൻ്റെ നാവിലുണ്ടായിരിക്കും. സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം എന്നിൽ വെളിപ്പെട്ടു വരും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവൻ വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും
ദൈവം